ഈ റിലേഷൻഷിപ്പിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, കോവില ട്രാപ്ഡായതാണ്, ബാലയിൽ നിന്ന് ഇനി പുള്ളിക്കാരിക്കും അത് കുറച്ച് സമയം എടുക്കും രക്ഷപ്പെടണമെങ്കിൽ. ആദ്യം നമ്മളിപ്പം പറയുന്ന അമൃതയുടെ നമ്മൾ എന്താ കാണുന്നത്, നമ്മൾ വീഡിയോ കാണുന്നത് മതി ഇതിനകത്ത് മനസ്സിലാക്കാൻ. അതായത് അമൃതയുടെ കൂടെ നടക്കുന്നു, ഇന്റർവ്യൂ കൊടുക്കുന്നു, ഭയങ്കര സ്നേഹം ഏതൊക്കെ പറയുന്നു, പാട്ട് പാടുന്നു, വാവ് നല്ല സൂപ്പർ കപ്പിൾ. പിന്നടിയ ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, സെക്കൻഡ് ഹാഫ് ആക്ഷൻ ആണ്, വയലൻസ് ഉണ്ടാ, ലാഗില്ല, എല്ലാരും നല്ലപോലെ ചെയ്തിട്ടുണ്ടാ, ഇതല്ലേ നടക്കുന്നത്. പിന്നെ മറ്റൊരാണെ പറയും ബാലയുടെ ആര് കൊള്ളാം, കമൃതയുടെ പാട്ട് കൊള്ളാം, എൽസത്ത് നല്ല ഡോക്ടറാണ്, ഇതല്ലേ വേറൊന്നും. ഇതാ നടന്നോണ്ടിരുന്നത്. ഇപ്പൊ എൽസത്തിനെ കെട്ടുമ്പോഴും ഇത് തന്നെ. ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, ഈ കഥയ്ക്കൊരു വ്യത്യാസമൊന്നുമില്ല, സ്ഥിരമായ കഥയാ. ആക്ട്രസ് മാത്രമേ, ഈ നടികൾ മാത്രമേ മാറുന്നുള്ളൂ, നടൻ അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? സെക്കൻഡ് ഹാഫ് അടിയായി എന്താ. എന്നിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന പടം തുടങ്ങിയതേ ഉള്ളൂ. പിക്ചർ അബി ബാക്കി ഹെ ബൈ. ഫസ്റ്റ് ഹാഫ് ലവ് ആണ്, സെക്കൻഡ് ഹാഫ് അടിയായിരിക്കും, ആക്ഷൻ ഉണ്ടാവും, വയലൻസ് ഉണ്ടാവും എന്ന് വേണം നേരത്തെ പറയാം. ഇയാളെ സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നില്ല. ചില ഡയറക്ടർമാർ എടുക്കുന്ന സിനിമയൊക്കെ സിമിലർ ആയിട്ട് വരും. നമുക്കറിയാം ഇത് കഴിയുമ്പോൾ പഴയ സിനിമകൾ ഓർക്കുന്നില്ലേ, ആദ്യം ഇങ്ങനെ ഇത് പ്രേമം, പാട്ട്, കല്യാണം, അത് കഴിയുമ്പോൾ പ്രശ്നം, പിന്നെ ഇടയ്ക്കൊന്ന് ആരോ കയറി വന്നൊരു അടി, അവസാനത്തെ അടി കഴിയുമ്പോൾ ഒരു സാധനമുണ്ട്, ഫാമിലി ഫോട്ടോ എടുക്കും, എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്നിട്ട് എല്ലാവരും ഹാപ്പിയല്ലേ, ഇത് എൻ്റെ എഴുതി കാണിക്കും എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാറ്റേൺ ഇവനുണ്ട്. ഇവൻ്റെ സ്വഭാവത്തിൻ്റെ പാറ്റേൺ ആണ്. ഇവനുള്ള സ്വഭാവം അത് മാറത്തില്ല. അതുകൊണ്ട് 100% ഗ്യാരണ്ടിയാണ് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് ഞാൻ ഈ പറയുന്ന ഈ ബാല. ഇതിനു മുമ്പ് ആദ്യത്തെ പെണ്ണ് എന്താ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലൂ. ഇവന്റെ ഫസ്റ്റ് ഡിവോഴ്സ് എങ്ങനെയാണെന്ന് നമുക്കും അറിയത്തില്ല. അവരും പോയില്ലേ, 3 പേരായില്ലേ, ഇപ്പോ 4ാമത്തെ ആളല്ലേ ഇയാള്. ഇത് കൂടാതെ ഇനി വേറെ വല്ല പെണ്ണുങ്ങൾ വരുമെന്ന് നമുക്കറിയത്തില്ല. ഇവൻ വെറുതെ പരിചയപ്പെട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. വല്ല അടി കൊടുക്കോ ഇടി കൊടുക്കോ, വീട്ടിൽ കൂടെ പോയപ്പോ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? അല്ല ഇവൻ തല്ലുന്നവനൊക്കെയാണ്, സ്ത്രീകളെ തല്ലും, എൽസോദിനെ അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒന്നാഴ്ചക്ക് നാട്ടുകാരെ അടിക്കുന്നുണ്ട്, ഇവിടെ വന്നതും അടിക്കാനാ. എന്നിട്ട് കരൾ രോഗിയാന്ന് പറഞ്ഞാൽ മതി. കരൾ രോഗം ഉള്ളപ്പോൾ അടിക്കുകയും ചെയ്യാം, തോക്ക് എടുത്തോണ്ട് കെട്ടിടത്തിന് വണ്ടയ്ക്ക് വലിഞ്ഞു കയറാം. ഇവിടെ വന്നിരുന്ന് വെള്ളം കായെന്നൊക്കെ പറഞ്ഞായിരുന്നു, എന്നിട്ടാ തോക്കെടുത്ത്. നല്ല സുഖമുള്ളവനാ. അത് നമുക്കറിയത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാല്, എലിസബത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവളോടുള്ള സമയത്ത് ഈ കോകില എന്ന് പറഞ്ഞ പെങ്കൊച്ചിനെ കാണുന്ന എടുക്കുന്ന എന്തോ പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവളെ ഇവൻ എന്തോ എടുത്തു വളർത്തിയ കുട്ടിയാണ്, അവളെ സ്പോൺസർ ചെയ്തേക്കുന്ന ഇവനാണ്, അതിന് പാവപ്പെട്ട വീട്ടിലെ എന്തോ കഥയൊക്കെ പറയും. എന്നിട്ട് പറയും അതങ്ങനെ ഒരു പെണ്ണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളോട് പറയാറുണ്ടാകും. അപ്പോൾ എലിസബത്ത് കല്യാണം കഴിഞ്ഞപ്പോഴേ പറയുന്നുണ്ട് ഇതൊക്കെ. എന്തോ ഇവര് പറയുന്ന പോലത്തെ ഒരു ബന്ധമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന മാമായെ അവർക്കറിയാം, ആ മാമയുടെ മോള് വേറെ എത്തിയുണ്ട്, ആ പുള്ളിക്കാരിയും എലിസബത്തിനെ അറിയാം. പക്ഷെ ഒരിക്കലും ഈ എലിസബത്തിനോട് ബാല പറഞ്ഞിട്ടില്ല കോകില ഇങ്ങനെ റിലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ മാമാ പൊണ്ണ് എന്നുള്ള രീതിയിലല്ല പറഞ്ഞേക്കുന്നത്. അതെന്തിനാ അങ്ങനെ കള്ളം പറയുന്ന അവരോട്? ഭാര്യയല്ലേ, കൂടെ താമസിക്കുന്ന പെണ്ണിനോട് എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞത്? ഉണ്ട്, ഫോട്ടോ ഉണ്ട്. അപ്പൊ അന്നോട്ട് ഈ കൊച്ചു അന്നപ്പോ തൊട്ട് അവിടെ ഉണ്ടെന്നേ. എന്നിട്ട് ഇവൻ പറഞ്ഞ എന്നാന്നറിയോ, പാപ്പുവിനെ പോലത്തെ ഒരു മോളാന്നത്. എലിസബത്തിനോട് പറഞ്ഞ ഞാൻ പാപ്പുവിനെ പോലെ, അത് എടുത്തു വളർത്തിയതാണ്, പാപ്പുവിനെ പോലെ ഒരു മോളെ പോലെയാ എനിക്കെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കല്യാണം നടത്തിയിരിക്കുന്നത്. അത് കാണുമ്പോഴും എലിസബത്തിന് ഞെട്ടുന്നുണ്ട്. അവരതൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയാ ഇവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ അല്ലേ പിന്നെ എനിക്ക് എങ്ങനെ ഇതൊക്കെ അറിയാതെ ഞാൻ അങ്ങനെ ഊഹിക്കൂ? അവിടെ കൊച്ചിലുള്ള ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇവര് കേട്ടിട്ടുണ്ട്, ഇവരോട് ഇതാ ഇവൻ പറയുന്നത്, ഇവനിങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അപ്പൊ എന്തോ അവന്റെ ഉദ്ദേശം? ഭാര്യയോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പൊ അവരുടെ ബന്ധം എന്താണെന്നുള്ളത് തെളിയിക്കേണ്ടി വരും. അവള് പറയുന്ന പോലെ നീ മറ്റേത് കൊണ്ടുപോവാ, മുന്നത്തെ ഡിവോഴ്സ് എന്തായി എന്നൊക്കെ ചോദിക്കുന്നില്ല. ഇവരാരും ഇവരുടെ ബന്ധങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ. ഇവളൊന്നും പറയരുത് കേട്ടോ. അന്ന് ഇവൻ വന്ന് പറഞ്ഞതാ, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാ ഇവൻ പറയുന്ന മോശപ്പെട്ട വാക്കുകളുണ്ടെന്ന്. ഞാനേ കൊച്ചുങ്ങളൊക്കെ നശിച്ചു പോവാ കേരളത്തിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്നും പറഞ്ഞോണ്ട് അന്ന് മീഡിയയിലിരുന്ന് കാണിക്കുകയാണെന്ന് പറഞ്ഞത് ഇവൻ. അതിപ്പോ കാണിക്കുന്ന കണ്ടല്ലോ എല്ലാവരും. ഇനിയും വരും, ഇനിയും കണ്ടോണം. ഭാരക്കിട്ടിക്ക് ഇനി കിട്ടാൻ പോകുന്നേ ഉള്ളന്നേ. അവിടെ നിന്ന് ഒരുത്തിനും പോകാൻ പോകുന്നില്ല. ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, ഇവരൊരിക്കലും ശരിയാൻ പോകുന്നില്ല. ഇങ്ങനെയുള്ളവന്മാർ എന്നും ഇങ്ങനെ ആയിരിക്കും. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ എന്നും ഇങ്ങനെയല്ലേ. നിന്റെ സ്വഭാവം എവിടെയെങ്കിലും മാറിയോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും മാറിയോ? നിങ്ങൾ സാധാരണഗതി ജീവിക്കുമല്ലേ അല്ലേ? അതുപോലെ തന്നെ ബാലയും സാധാരണഗതി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവനെ സംബന്ധിച്ച് ഇത് നോർമലായിരിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട്. മനസ്സിലായോ? ഇപ്പം ഞാനാണേലും ഇങ്ങനെ നോർമലായി ജീവിച്ച പ്രശ്നമല്ലേ. ഇങ്ങനെ ഇതൊക്കെയാണോ സ്ഥിരം പരിപാടി? ഇത് ഒന്നും രണ്ടാണ് സ്ഥിരം ചെയ്ത പരിപാടി. ഇത് തന്നെ പരിപാടി, എപ്പോഴും ഇത് തന്നെ പരിപാടി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എന്ത് ജീവിതമാണ്.